ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക് എത്തുകയാണ്. കേവല ഭൂരിപക്ഷം മറികടന്നു. 211 സീറ്റുകളിൽ BNP വിജയിച്ചു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 68 സീറ്റുകളിലാണ് ജെയിംസ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. KP അഭിലാഷ് വിവരങ്ങളുമായി. KP 151 നിർണായകമായിട്ടുള്ള സംഖ്യ മറികടന്ന് BNP ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുന്നതിനെ വിലയിരുത്തപ്പെടുക? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ വോട്ടെടുപ്പ് പൂർത്തിയായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. എങ്കിലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിൽ 13ാമത് പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പിക്കാൻ സാധിക്കും. വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ തന്നെ BNPയുടെ ഒരു മുന്നേറ്റം ആണ് പ്രകടമായത്. പ്രധാന എതിരാളിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 68 സീറ്റുകളിൽ ഇപ്പോൾ വിജയിക്കാനോ മുന്നിട്ട് നിൽക്കാനോ സാധിച്ചിട്ടുണ്ട്. അതേസമയം BNP ആകട്ടെ 211 സീറ്റുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കേവല ഭൂരിപക്ഷത്തെ വളരെ നേരത്തെ തന്നെ മറികടന്നു. ഇനി എത്ര സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നു എന്നത് മാത്രമാണ്. എന്തായാലും BNP ഭരണത്തിലേക്ക് എന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല. ഒട്ടേറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ BNP വലിയ മുന്നേറ്റം നടത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം അവാമി ലീഗിന് മത്സരിക്കാൻ അനുമതി നൽകാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഷെയ്ഖ് ഹസീന ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നാട് വിട്ടതിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ധ്വംസനമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. വോട്ടെടുപ്പിൽ തന്നെ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് എന്നും ഇപ്പോഴത്തെ കണക്കുകൾ പോലും തെറ്റാണ് എന്നുമാണ് അവാമി ലീഗ് ആരോപിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 60.69% പേർ ആണ് ബംഗ്ലാദേശിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കണക്കുകളാണ് തെറ്റ് എന്ന് അവാമി ലീഗ് ആരോപിക്കുന്നത്. 12.7 കോടി വോട്ടർമാർ ഉള്ള തെരഞ്ഞെടുപ്പ് ആയിരുന്നു പൂർത്തിയായത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏതാണ്ട് 47% വോട്ടർമാരും 18നും 37 വയസ്സിനും ഇടയിൽ പ്രായം ഉള്ളവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു സർക്കാരിൻ്റെ പതനം സംഭവിക്കുകയും അങ്ങനെ നാടുവിടപ്പെടുകയും ചെയ്ത പ്രധാനമന്ത്രി നാടുവിടപ്പെടുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും BNPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എൽദോ, എടുത്തു പറയേണ്ടത് ഈ BNP വളരെ കൃത്യമായ മുന്നേറ്റം നടത്തുമ്പോൾ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബീഗം ഖാലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും എന്നതാണ്. അത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യം ആണ് ഉള്ളത്. 2 മണ്ഡലങ്ങളിൽ ആയിരുന്നു താരിഖ് റഹ്മാൻ മത്സരിച്ചിരുന്നത്. അത് ധാക്ക 17 ബോഗ്ര മണ്ഡലങ്ങളിൽ ആണ് മത്സരിച്ചത്. ഈ 2 മണ്ഡലങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. ഇതിലേത് മണ്ഡലമായിരിക്കും തെരഞ്ഞെടുക്കുക എന്നതിൽ വ്യക്തതയില്ല. 300 സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെക്കുകയാണ്. ഈ 299 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ 211 സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ 11 രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യകക്ഷിയായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ മുന്നേറ്റം നടത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അധികാരത്തിലേറാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിർണായക ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറും എന്ന ഒരു പൊതുവിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിലെടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ബംഗ്ലാദേശ് രൂപീകരണം 1971 പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ കൃത്യമായ പങ്കാളിത്തവും ഇന്ത്യയുടെ ഇടപെടലും ആ ബംഗ്ലാദേശ് രൂപീകരണത്തിലുണ്ടായിരുന്നു. അന്നു മുതൽ ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ എതിർത്തിരുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രവുമല്ല പൊതു തെരഞ്ഞെടുപ്പുകളിലടക്കം ജമാഅത്തെ ഇസ്ലാമിക്ക് വിലക്ക് നേരിട്ടിരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ എന്ത് പ്രതിഫലനമാണ് അവിടെ ഉണ്ടാവുക എന്നത് എല്ലാവരും ഉറ്റുനോക്കിയത്. മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നു. ബംഗ്ലാദേശിൽ കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് മാത്രമാണ് വോട്ട് നേടിയത്. അതോടൊപ്പം തന്നെ വലിയ ഓഫറുകൾ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമി വോട്ടർമാർക്ക് നൽകിയത്. ഒരു വോട്ടിന് 15,000 ധാക്ക എന്ന നിലയിൽ, അതായത് 15,000 അവിടുത്തെ കറൻസി, 15,000 ബംഗ്ലാദേശ് കറൻസി എന്ന നിലയിലുള്ള
ഓഫറുകൾ, അതോടൊപ്പം തന്നെ മതപരമായ ലഘുലേഖകൾ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പാപമോചിതരാവും, മരണശേഷം സ്വർഗത്തിൽ പോകും എന്ന തരത്തിലുള്ള കൃത്യമായ ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയോടുകൂടി മാത്രമുള്ള ഒരു പ്രചാരണം ആയിരുന്നു അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ തടയണം എന്ന ആവശ്യം അതിശക്തമായിരുന്നു. എന്തു തന്നെയാണെങ്കിലും വോട്ടെടുപ്പ് പൂർത്തിയാവുകയും വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ വലിയൊരു മുന്നേറ്റം ജമാഅത്തെ ഇസ്ലാമിക്കും നടത്താൻ സാധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലടക്കം താരിഖ് റഹ്മാന്റെ പ്രസംഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ കൗതുകകരമാകുന്ന കാര്യം എന്നത് ഏറെക്കാലമായി രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെട്ട ഒരു നേതാവാണ് തിരികെ എത്തി ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. ബംഗ്ലാദേശിന്റെ 7ാമത്തെ പ്രസിഡന്റായിരുന്ന സിയാവുർ റഹ്മാന്റെയും അതോടൊപ്പം തന്നെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ബീഗം ഖാലിദാസിയുടെ മൂത്ത മകൻ ആണ് ഇദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2025 കൂടിയാണ് BNPയുടെ ആക്ടിംഗ് ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത്. 2000 ആണ് BNPയുടെ നേതൃസ്ഥാനത്തേക്ക് റഹ്മാൻ എത്തിയത് എങ്കിൽ പോലും 2008 ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയതോടുകൂടി നിരവധിയായ കുറ്റങ്ങൾ ഈ താരിഖ് റഹ്മാന് നേരെ ഉയരുകയും അതെല്ലാം തന്നെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബീഗം ഖാലിദാസിയുടെ ഭരണകാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള പല വികസന പദ്ധതികളും പ്രൊജക്റ്റുകളും അതിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് താരിഖ് റഹ്മാൻ എന്ന കണ്ടെത്തലിലേക്ക് ആണ് എത്തിയിരുന്നത്. അങ്ങനെ അഴിമതി, കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധിയായ കേസുകൾ തെളിയപ്പെടുകയും അങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ആയിരുന്നു താരിഖ് റഹ്മാൻ 2008 നാട് വിട്ടത്. അതിനുശേഷം ദീർഘകാലമായി വിദേശത്ത് ആയിരുന്നു. പിന്നീട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറി വരികയും വലിയ തോതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയും അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെടുകയും ചെയ്യേണ്ട പശ്ചാത്തലമുണ്ടായി. ഈ സമയത്താണ് താരിഖ് റഹ്മാൻ വീണ്ടും BNPയുടെ ചുമതലയിലേക്ക് തിരികെ വരികയും അങ്ങനെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ഈ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് പിന്നാലെ കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യം കൂടി ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാർ, അതായത് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ആണ് ബംഗ്ലാദേശിൽ ഉള്ളത്. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടന്നിരുന്നു. അവാമി ലീഗ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും അവരെ അടിച്ചമർത്തുകയാണ്, അവർക്ക് നേരെ അക്രമ രാഷ്ട്രീയമാണ്. 17 വർഷത്തെ പ്രവാസ ജീവിതശേഷം അദ്ദേഹം മടങ്ങിയെത്തി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന ഏതാണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം താരക്. ഇനി അപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റി ചോദിക്കുമ്പോൾ ഈ ജൂലൈ റവല്യൂഷൻ അപ്പോൾ അല്ലെങ്കിൽ ഈ ജൻസികളുടെ ഒരു വിപ്ലവമൊക്കെ അവിടെ രാഷ്ട്രീയമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഏടായി നിലനിന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തും ഈ സിറ്റിസൺസ് പാർട്ടി, ഈ വിദ്യാർത്ഥികൾ രൂപീകരിച്ച ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ജൻസികൾക്കോ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ്, അല്ലെങ്കിൽ ജമാഅത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ കഴിയുമായിരുന്നില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയാവുന്നത് എൽദോ. കാരണം ഈ ബംഗ്ലാദേശിൽ ഉണ്ടായ ഒരു ജൻസി പ്രക്ഷോഭം അന്ന് വാർത്തകളിൽ നിറഞ്ഞതാണ്. യുവാക്കൾ, അതായത് കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉള്ളവരായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അടക്കം കയ്യേറ്റം നടത്തുകയും അവരെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗമടക്കം, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം കൃത്യമായി നിരീക്ഷിച്ചിരുന്നത് ആ പ്രക്ഷോഭത്തിന് കോപ്പുകൂട്ടിയത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്നത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു തരം രാജ്യവിരുദ്ധ പ്രവർത്തനം ആയിരുന്നു ഈ ജൻസികളെ വലിയ തോതിൽ കലാപകാരികളാക്കി മാറ്റുകയും അവരെ ഇളക്കി വിട്ടത് എന്നതുമായിരുന്നു. അവിടെ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടായിരുന്നത് എൽദോ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിക്ക് അംഗബലം വളരെ കുറവാണ്. പക്ഷേ അത് തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിക്കൽ പോലും ബംഗ്ലാദേശിന്റെ വികസനമോ ബംഗ്ലാദേശിലേക്ക് ജനാധിപത്യ സ്വഭാവം, അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് എന്ന് നമുക്കറിയാം, പക്ഷേ അപ്പോൾ പോലും ഒരു ജനാധിപത്യ സ്വഭാവം അവിടെ ഉണ്ടായിരുന്നു. ആ ജനാധിപത്യ സ്വഭാവത്തിന് വിരുദ്ധമാകുന്ന തരത്തിൽ കൃത്യമായ മതരാഷ്ട്രവും മതനിയമങ്ങളും മാത്രം അധിഷ്ഠിതമാകുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അവരും തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഉണ്ടായ ഒരു പ്രതിസന്ധിയായി വിലയിരുത്തുന്നത് ഈ ജൻസികളുടെ പ്രക്ഷോഭത്തിന്
ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതായത് അധികാരത്തിലേറിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അതോടൊപ്പം മന്ത്രിമാർ വലിയ തോതിൽ അഴിമതി നടത്തുകയും അങ്ങനെ ബംഗ്ലാദേശിന്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യുന്നു. തൊഴിൽ അവസരങ്ങൾ ഇല്ല. മാത്രമല്ല ഈ കലാപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ ബംഗ്ലാദേശിന്റെ വിമോചന പോരാളികൾ ആയി നേതൃത്വം നൽകിയവർക്ക് പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോയി എന്നതായിരുന്നു വലിയ തോതിൽ. അത് കോടതിയിലടക്കം ചലഞ്ച് ചെയ്യപ്പെടുകയും ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് ഈ വിമോചന പോരാളികൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി വരികയും ചെയ്തു. അതോടുകൂടിയാണ് ഈ ജൻസികൾ, അതായത് യുവാക്കളായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അവർക്ക് അവസരങ്ങളില്ല, രാജ്യത്ത് വികസനമില്ല. അങ്ങനെ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ മുതിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ജൻസികളെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇളക്കി വിട്ടത്. പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് പിന്നീട് ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ കൃത്യമായൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയും അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുപിടിക്കുകയും ചെയ്യേണ്ടി വന്നു. പക്ഷേ അവിടെ നമുക്കറിയാമല്ലോ എൽദോ, പണ്ട് മുതൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ്, അതല്ല എങ്കിൽ BNP, അവർ തന്നെയാണ് ഏറ്റവും കരുത്തരായി നിലനിന്നിരുന്നത്. 2000 കാലഘട്ടത്തിലൊക്കെ ബീഗം ഖാലിദാസിയുടെ കൃത്യമായ ഭരണമുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ രീതിയല്ല. എപ്പോഴാണോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ കൃത്യമായി കീഴടക്കുകയോ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക, അവരുടെ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ ഉയരുകയോ അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. ഇത് തന്നെയാണ് 2008 ഖാലിദാസിയുടെ ഭരണം നഷ്ടമായപ്പോൾ ഷെയ്ഖ് ഹസീനയും നടത്തിയത്. അങ്ങനെയായിരുന്നു ഇപ്പോൾ നിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള റഹ്മാൻ അടക്കം രാജ്യം വിടേണ്ടി വന്നത്. BNPക്ക് ഗുണകരമായത് ഈ ജൻസികളുടെ പ്രക്ഷോഭത്തിന്റെ അംഗബലം കുറവായിരുന്നു എന്നതും യുവാക്കളിൽ വലിയൊരു ശതമാനവും ഇപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളോട് യോജിക്കുന്നില്ല എന്നതും കൊണ്ടാണ് BNPക്ക് കരുത്ത് കാണിക്കാൻ സാധിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ പൊതുനിരീക്ഷണം. ഒപ്പം അവാമി ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വോട്ട് ചെയ്തതുമില്ല. അതാണ് നമ്മൾ ആ കണക്ക് സൂചിപ്പിച്ചത്. ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ്, 12 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ 60% എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ഈ കണക്ക് തെറ്റാണ് എന്നാണ് അവാമി ലീഗ് പറയുന്നത്. പല മണ്ഡലങ്ങളിലും ഈ കൂട്ടത്തോടു കൂടി തന്നെ BNP പ്രവർത്തകരും ജമാഅത്തേക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ ധാക്ക 15 ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ഷഫീഖർ റഹ്മാൻ മത്സരിച്ചത്. അങ്ങനെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം കൂട്ടത്തോടെ ഇവർ വന്ന് വോട്ട് ചെയ്തു. കള്ളവോട്ട് വ്യാപകമായിരുന്നു എന്ന ആരോപണമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അത്രമേ സുതാര്യമായി അല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ പലതരത്തിലുമുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തകരെയും അടിച്ചമർത്തുകയും ചെയ്തിരുന്നു. അഭിലാഷ് KP ആണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ബംഗ്ലാദേശിലെ ആ തെരഞ്ഞെടുപ്പ്, അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്താണെങ്കിലും അവിടെ BNP തന്നെ അധികാരത്തിലേക്ക് എത്തുന്നു, BNP അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് KP റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കൊക്കെ ഒടുവിൽ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. MPമാരുടെ സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.